വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് ധനികനായ ഒരു യുവാവിന്റെ കഥയാണ്. ധനികനായ യുവാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അനുകരിക്കണമെന്ന്, ദൈവത്തെ അനുഗമിക്കണമെന്ന് അവന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ വളരെയേറെ കാര്യങ്ങൾ ഈശോയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവസാനം ഈശോയുടെ മറുപടി കേട്ടുകൊണ്ട് അവൻ ദുഃഖിതനായി തിരിച്ചുപോയി എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. അവൻ ഈശോയെ അനുഗമിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവന് ഈശോയെ അനുഗമിക്കാനായിട്ട് സാധിക്കാതെ പോയത്? കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നതാണ് ഈശോയെ അനുഗമിക്കുന്നതിൽ നിന്നും അവനെ തടയുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വിശുദ്ധ സെബസ്ത്യാനോസ് ജോലിയിൽ ഒരു സൈനികനായിരുന്നു എന്ന് നമുക്കറിയാം. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സൈന്യ സേവനം ചെയ്തുകൊണ്ട് ചക്രവർത്തിയുടെ സർവ്വ സൈന്യാധിപനായിട്ട് വാഴുന്നതിനിടയിലാണ് സുവിശേഷത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കുവാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന് സാധിക്കുന്നത്. ഒരുപക്ഷെ ദൈവത്തെ അനുകരിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ഒട്ടും ചേരുകയില്ലെന്ന് തോന്നുന്ന ഒരു ജോലിയാണ് സൈനിക സേവനം. മറ്റൊന്നും കൊണ്ടല്ല, മറിച്ച് സൈനിക സേവനം ഒരുപാട് രക്തച്ചൊരിച്ചിലുകളുടെ ജീവിതമാണ്. ഒരുപക്ഷെ യുദ്ധങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. നിഷ്കളങ്കമായ രക്തം പോലും ഒരുപക്ഷെ ചിന്തേണ്ടതായിട്ട് വരുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും സൈനിക സേവനം എന്നുള്ളത്. തീർച്ചയായിട്ടും നിഷ്കളങ്കമായി ജീവിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് സൈനിക സേവനത്തെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ചിന്തിക്കുവാനായിട്ട് ഉതകുന്ന ഒരു കാര്യമല്ലായിരുന്നു. ധനികനായ യുവാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്വത്തുവകകൾ, തന്റെ കൈവശമുണ്ടായിരുന്നവ, താൻ സമ്പാദിച്ചവയെല്ലാം ദൈവത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവനെ അകറ്റിക്കളഞ്ഞിരുന്നുവെങ്കിൽ, വിശുദ്ധ സെബസ്ത്യാനോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലേക്ക്, താൻ നേടുന്ന തന്റെ ജോലി, ജീവിതത്തിലേക്ക് തനിക്ക് കൈവരാൻ പോകുന്ന വലിയ ഉദ്യോഗ കയറ്റം മുതലായവ ഒരുപക്ഷെ ദൈവത്തെ ത്യജിക്കുന്നതിലേക്ക് നയിക്കാനുള്ള യുക്തിപരമായ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. എന്നിരുന്നാലും തന്റെ ദൈവമാണ് സർവസ്വം എന്ന് പറഞ്ഞുകൊണ്ട് താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കടന്നു പോകുമ്പോഴാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ട് മാറുന്നത്. ഒരുപക്ഷെ അനേക നൂറ്റാണ്ടുകൾക്കിപ്പുറം, അനേക വർഷങ്ങൾക്കും കിലോമീറ്ററുകൾക്കും അപ്പുറം ഈ ദേശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിനെ വണങ്ങുന്ന ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പുണ്യം തേടിക്കൊണ്ട് ഈ ഭൂമിയിലേക്കും അനേകര് കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ വിശുദ്ധിയുടെ മാധുര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനേകരിലേക്ക് വിശുദ്ധിയുടെ നറുമണം പലർത്തുവാൻ തക്ക വിധം തന്റെ ജീവിതത്തിന്റെ തല സുഹൃതങ്ങളെ, തന്റെ ജീവിതത്തിലെ ചില നേട്ടങ്ങളെ, തന്റെ ജീവിതത്തിൽ വലുതെന്ന് കരുതുന്ന പല കാര്യങ്ങളെയും വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കുന്നവനായിട്ട് മാറുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന് മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് ഈ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മറക്കരുതായിട്ടുള്ള വലിയൊരു കാര്യവും ഇത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥകളോട് ചേർന്നു നിൽക്കുന്നതായിരിക്കില്ല നമ്മുടെ വിശ്വാസം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ മൂലം, തന്റെ ജീവിതത്തിന്റെ പ്രകൃതങ്ങൾ മൂലം, തന്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം ഒരുപക്ഷെ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട്, ദൈവത്തോട് അടുത്തു നിൽക്കുവാനായിട്ട്, ഒരു പുണ്യ ജീവിതം കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്ന് കരുതുന്നവരാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തില് പലതും നേടാൻ വേണ്ടിയിട്ട്, ജീവിതത്തിലേക്ക് പലതും ആർജിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്നും അടുക്കുന്നതിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പല സന്തോഷങ്ങളും പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമാക്കി മാറ്റുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് തന്റെ ജീവിതത്തിന് നേട്ടമെന്ന് കരുതുന്നതിനെയെല്ലാം ദൈവമെന്നുള്ള വലിയ സ്വപ്നത്തിന് വേണ്ടി, ദൈവമെന്നുള്ള വലിയ നിധിക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കുമ്പോൾ ആ ജീവിതം അനേകരും വണങ്ങുന്ന, അനേകരും ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുകയാണ്. വിശുദ്ധരെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധൻ ജീവിതത്തിലേക്ക് കാണിച്ചു തന്ന വലിയ ജീവിത മാതൃകകള് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. എവിടെയോ വായിച്ചു കേട്ട ചെറിയൊരു കഥയാണ്. കഥയെല്ലാം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല.
ദേശാടന പക്ഷികളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ദേശാടന പക്ഷികള് നമ്മുടെ നാട്ടിലേക്കൊക്കെ അനേക കാതങ്ങള് പറന്നുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട്. വിദേശ രാജ്യങ്ങളിലെ കാലാവസ്ഥകൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ, മഞ്ഞുകാലം വരുമ്പോൾ നല്ല കാലാവസ്ഥ തേടിക്കൊണ്ട്, നല്ല ഭക്ഷണം തേടിക്കൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിലേക്കും ദേശാടന പക്ഷികൾ വരാറുണ്ട്. ഒരു കൂട്ടം ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. ദേശാടന പക്ഷികളെ ദൂരങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പായിട്ട് ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽ നിന്നും ഒരു പക്ഷി യാത്ര തിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷി മുൻപോട്ട് വന്നുകൊണ്ട് അത് കുറെ ദൂരം അങ്ങ് സഞ്ചരിക്കും. ദൂരം സഞ്ചരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് മുൻപോട്ടുള്ള വഴികളെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്, മുൻപോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയുന്ന രീതിയിൽ കാലാവസ്ഥയും ഭക്ഷണവും ഒക്കെ ശരിയാകുമോ എന്നറിയുവാനായിട്ടാണ് ഈ പക്ഷി മുൻപേ സഞ്ചരിക്കാറുള്ളത്. ഈ പക്ഷി മുൻപേ സഞ്ചരിച്ച് കുറെ ദൂരം പോയി കഴിഞ്ഞിട്ട് എല്ലാം അനുകൂലമാണെങ്കിൽ പക്ഷി തിരികെ വരാറുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഈ പക്ഷി തിരികെ വരുന്നില്ലെങ്കിൽ ദേശാടന പക്ഷികളുടെ കൂട്ടം മനസ്സിലാക്കും ആ പക്ഷിക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാല് അപകടമാണെന്ന് കരുതിക്കൊണ്ട് ആ ദിശയിലേക്കുള്ള യാത്ര അവർ അവസാനിപ്പിക്കും. പിന്നീട് മറ്റൊരു പക്ഷി പുറത്തേക്ക് വന്നുകൊണ്ട് ആ പക്ഷി വേറൊരു ദിശയിലേക്ക് യാത്ര ആരംഭിക്കും. അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദേശാടന പക്ഷികള് മുൻപേ പറന്നുപോയ പക്ഷി തിരികെ വരുമ്പോൾ ആ പക്ഷിയുടെ പിന്നാലെ അത് കണ്ടെത്തിയ ദേശത്തേക്ക് പറക്കുമെന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഈശോയിൽ പ്രിയമുള്ളവരെ, ദേശാടന പക്ഷികളെ പോലെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നു നടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ഈ ലോകമാകുന്ന വിപ്രവാസ ഭൂമിയില് ഈ ലോകത്തിൻ്റെതായ വിഷമങ്ങളിലൂടെ, ഈ ലോകത്തിൻ്റെതായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ മുൻപോട്ട് തുഴയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയൊരു പ്രകാശമായിട്ട് നിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായി നിൽക്കുന്ന വലിയൊരു വിളക്കാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് തന്നെയായിരിക്കും കാഞ്ഞൂരി ദേശത്തിലൂടെ നമ്മൾ എപ്പോഴെങ്കിലും കടന്നു പോയാല് വിശുദ്ധന്റെ നടയിൽ കയറി പ്രാർത്ഥിക്കാതെ, വിശുദ്ധനെ ഒന്ന് ഓർമ്മിക്കാതെ നമ്മൾ പോകാറില്ല. ഈ ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിലാണ് നമ്മളെങ്കിലും കാഞ്ഞൂര് പെരുന്നാള് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപക്ഷെ ഈ ദേശത്ത് തന്നെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കും. അനേകം പേരെ ഞാൻ വന്ന വഴിക്കൊക്കെ കുറെ പേരെ കാണാനായിട്ട് സാധിച്ചു. വിദേശങ്ങളിലുള്ളവരെല്ലാവരും നാട്ടിലേക്ക് അവധിക്കായിട്ട് വരുന്ന സമയം തീർച്ചയായിട്ടും നമ്മുടെ പെരുന്നാളിന്റെ സമയം തന്നെയാണ്. കാരണം വിശുദ്ധനോട് പ്രാർത്ഥിച്ചാല്, വിശുദ്ധനെ മാധ്യസ്ഥം യാചിച്ചാല് അനുഗ്രഹമുണ്ടാകുമെന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തീർച്ചയാണ്. ജീവിതത്തിൽ എവിടെയായിരുന്നാലും, ലോകത്തിന്റെ ഏത് കോണിലിരുന്നായാലും വിശുദ്ധനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, എന്റെ പുണ്യാള എന്ന് വിളിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിഷമങ്ങളില് എപ്പോഴൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ അനുഗ്രഹമായിട്ട് വിശുദ്ധൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ദേശാടന പക്ഷികളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. അവരനുകൂലമായ ഒരു ദേശത്ത് വന്ന് പാർത്ത് കഴിയുമ്പോൾ ആദ്യമായിട്ട് അവര് വന്നുകൊണ്ട് വലിയ മരക്കൊമ്പുകളിലാണ് ചേക്കേരിക്കുന്നത്. മരക്കൊമ്പുകളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും മുകളിലത്തെ കൊമ്പുകളില് അവരിയ്ക്കാറില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നത്, കഥയിൽ പറയുന്നത് ഇപ്രകാരമാണ്. അത് തങ്ങൾക്ക് മുമ്പേ വഴികാട്ടാനായിട്ട് പറന്നുപോയ പക്ഷികള്, തങ്ങൾക്ക് വേണ്ടി വഴികാട്ടാനായിട്ട് പോയ വഴിക്ക് മരിച്ചുപോയ പക്ഷികൾക്ക് വേണ്ടി അവരിടം കൊടുക്കുന്നതാണ് എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മുടെയൊക്കെ ഹൃദയത്തില് ഉയർത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദേവാലയത്തില് ഏറ്റവും ആരാധ്യമായ രീതിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മൾ വണങ്ങുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിന് വഴികാട്ടിയായി തീർന്നതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന് വഴി തെളിച്ചവനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് മാറിയത് ഒന്നുകൊണ്ട് മാത്രമാണ്. വിശുദ്ധൻ ഇപ്രകാരം നമ്മൾ വണങ്ങുന്നതും വിശുദ്ധ സെബസ്ത്യാനോസിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒഴിച്ചിടുകയും ചെയ്യുന്നത്. വിശുദ്ധനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധന്റെ ജീവിതത്തിന്റെ സുഹൃതങ്ങൾ കൂടി ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് മുൻപേ നീങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി ബലിപക്ഷിയായ, നമുക്ക് മുൻപേ നീങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി വിശ്വാസം കാത്ത വിശുദ്ധൻ ഇന്ന് നമ്മളേക്ക് വിശ്വാസത്തിന്റെ വലിയ സാക്ഷികളായിട്ട് മാറുവാനായിട്ട് വിളിക്കുന്നുണ്ട്.
ഇന്ന് വിശ്വാസം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എന്ന് ഏറ്റുപറയുവാനായിട്ട് ഒരുപക്ഷെ മനസ്സില് അത്രമാത്രം ഉറപ്പ് തോന്നാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ വിശ്വാസം കടന്നു പോകുമ്പോൾ, സഭയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന വലിയ വിശുദ്ധൻ എന്റെ ജീവിതത്തിലേക്ക് കാണിച്ചു തന്ന ജീവിത മാതൃക സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ജീവനെടുത്തുകൊണ്ടല്ല, സ്വന്തം ജീവിതം ബലി ചെയ്തുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്.
കഴിഞ്ഞോ? ഇല്ല.